അളയാ ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവൂല. നെല്ല് ഇവിടെ ആവശ്യമുള്ള സമയത്ത് തപ്പയാ കിട്ടില്ല. ഇതിനകത്ത് മാറി പ്ലീസ് എന്തിനാ ആവശ്യമുള്ള സമയത്ത് എടാ നീ എന്തിനാ നോക്കിയെന്ന് അളിയൊന്ന് പിടിച്ചു. ഓക്കെ ഫുൾ സ്ട്രോങ്. ഇത് എന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. ഓക്കെ നിന്നത് ഇവിടെ താഴിട്ട് പൂട്ടി കേട്ടോ. ആണോ? സിദ്ധു അവിടെ ഉണ്ടോ? ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ എടുക്കുക? ഞാന് ഇവിടെ ഇരിക്കുക. ലച്ചോടെ എന്തെടുക്കുക? ഇപ്പൊ ഞാനും ഇരിക്കുക. ലച്ചൂസിന്റെ പോത്തൊക്കെ പാടായോ? പിമ്പിൾസ് ഒക്കെ കുറവാ, പക്ഷെ നല്ല ബോഡി പെയിൻ ഉണ്ട്. സിദ്ധു ബാംഗ്ലൂർ പോയ കാര്യമൊക്കെ എന്തായി? ബാംഗ്ലൂർ പോയ കാര്യമൊക്കെ ഓക്കെ. നീ പോയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കും ലച്ചൂസിനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണതേ ഇടിവെട്ട് പോലെ ചിക്കുമ്പോ പോകുന്നത്. ലച്ചൂസേ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നു. ശരിക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും കുറേ മിസ് ചെയ്യുന്നു. സിദ്ധു, ആ ഞാൻ ഒരാഗ്രഹം പറയട്ടെ. പറഞ്ഞ ചിക്കൻ ബോക്സ് ഒക്കെ മാറിയിട്ടേ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ, അന്നേരം എനിക്ക് ആദ്യം സിദ്ധിനെ ഉറപ്പായും ഞാൻ ഇവിടെ ഉണ്ടാവും. ലച്ചൂസേ, ഞാൻ നിന്നെ ഒന്നിപ്പോ വീഡിയോ കോൾ ചെയ്തോട്ടെ? ഇപ്പൊ വേണ്ട, എന്തായാലും ഇത്രയും കാത്തിരുന്നില്ലേ, കുറച്ചുകൂടെ കാത്തിരിക്കാം. അത്രയും കാത്തിരിക്കണോ? വേണം, പക്ഷെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ആദ്യം സിദ്ധുവിനെ തന്നെ കാണണം. ഉറപ്പായി. ലച്ചൂസേ, ഇപ്പൊ എന്താ ആലോചിക്കുന്നേ? എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. എന്തിന്? എന്നെ കാണാത്തോണ്ട്. സങ്കടപ്പെടല്ലേ, നമുക്ക് ഉടനെ കാണാം. ലച്ചൂസേ, എനക്കറിയാവോ, എന്നെ കാണാതിരിക്കുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടലാണ്.
അളിയെന്തല്ലേ ഇവിടെ കുറ്റിയടിച്ചിരിക്കണേ? ഒന്നുമില്ല അളിയാ, ഇന്ന് ലച്ചൂസ് കുളിച്ച് പുറത്തിറങ്ങുന്ന ദിവസമല്ലേ, അപ്പൊ ഞാൻ കാത്തുന്ന. ഓ അങ്ങനെ. അളിയന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇല്ല അല്ലേ? അളിയൻ വന്നേ. എങ്ങോട്ട്? ജസ്റ്റ് അപ്പുറം വരെ പോയിട്ടില്ല. എന്തിന്? വന്ന്. ഇല്ലടാ അളിയാ, എന്താ കാര്യം എന്തുവാ? കാര്യമൊന്നുമില്ലല്ലേ, എന്റെ 2-3 ഫ്രണ്ട്സ് അവിടെ ജംഗ്ഷനിൽ വന്നിപ്പുണ്ട്. അപ്പൊ അളിയൻ എന്നെ ബൈക്കിൽ കയറ്റുന്നു, നേരെ ജംഗ്ഷനിൽ കൊണ്ടുപോയി എന്നെ അവിടെ ഇറക്കുന്നു. അളിയൻ ബൈക്കുമായിട്ട് തിരിച്ചിങ് വരുന്നു, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കയറി അങ്ങ് പോകുന്നു. ഇല്ലില്ല, ഞാൻ ബൈക്ക് വേണമെങ്കിൽ പിന്നെ പോയി എടുത്തോളാം. എനിക്കിവിടെ കാര്യമുണ്ട്, വേറെ കാര്യമുണ്ട്. എന്ത് കാര്യം? ലച്ചുനെ കാണണം. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യണ്? നീ കുളിക്കാൻ തോന്നുന്നു. ചേച്ചി കുളിച്ചിട്ട് ഇറങ്ങാൻ ഇഷ്ടംപോലെ സമയം എടുക്കും. എന്റെ പൊന്നെ മിനിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ പിടിക്കും. അല്ല അത് കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്നോളാം. കുഴപ്പമില്ല, വന്നേ. അല്ല അത് അളിയാ പറഞ്ഞ ശരിയാത്തില്ല. ഇഷ്ടംപോലെ സമയം കിടക്കണിയാ. അല്ല എനിക്കിവിടെ ഇങ്ങോട്ട് വാളിയ ബലം പിടിക്കല്ലേ. വന്നേ വന്നേ, കഷ്ടമല്ലേ ഇത്? എന്തല്ലയാ? എടാ നീ പോയാ പോരെ, ഞാൻ എന്തിനാ വരുന്നേ? അളിയൻ ബാളിയാ അങ്ങോട്ട്. ചുമ്മാതെ പിള്ളേരെ വിളിച്ചോണ്ടോന്നേക്കാളും കഷ്ടമുണ്ട്. പോയിട്ട് വാ. നീ കേരളിയ കേരളിയ അങ്ങോട്ട്. കേരളിയ കേറി 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 കേറി. അങ്ങോട്ട് നോക്കി കേറിയാ മണ്ട ഉളക്കനെ വീഴും. പോവാ, കാലത്ത് പോയി മൊളി പോയി. ബാ പോവാ. അല്ലേ ഇങ്ങനെയുണ്ടോ? എന്തല്ലയാ? സിദ്ധു 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 പുറത്തുണ്ടോ? അമ്മുമ്മേ അമ്മുമ്മേ കനകാണ്ടി. ഇതുവരെ ഇറങ്ങിയില്ലയോ? കുളിച്ചു കഴിഞ്ഞില്ലയോ? കുളിച്ചു കഴിഞ്ഞ്. എന്നാ പിന്നെ ഇറങ്ങി വാ. സിദ്ധു ഉണ്ടോ അവിടെ? இல்லப்பா, சித்துவும் கேசுமா வெளியில போயிருக்காங்க. പുറത്തു പോയാ? എന്നാ പിന്നെ ഞാൻ സിദ്ധു വന്നിട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങി വാ മക്കളെ. ഇല്ല, ഞാൻ സിദ്ധു വന്നിട്ട് ഇറങ്ങുള്ളൂ. കൊച്ചിന്റെ ഒരു കാര്യം, വന്നിട്ട് ഇറങ്ങുന്നുള്ളോ? സിദ്ധു വരുമ്പോ പറ, എന്നിട്ട് ഇറങ്ങാം. എന്നാ ശരി. ഞാൻ എത്തി. ഞാൻ അളിയനൂടെ പോകുന്ന വഴിക്ക് ബൈക്കിന്റെ പെട്രോൾ തീർന്നു പോയി. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയാ വന്നേ. ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. കാത്തു നിന്നു.